മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നായിൻ പട്ടണത്തിലെ ഒരു വിധവയുടെ മകന്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിധവ കണ്ണുനീരോടുകൂടെ ഈശോയുടെ അരികിലേക്ക് വരിക. ഈ വിധവയുടെ കണ്ണുനീര് കണ്ടലിഞ്ഞ് ഈശോ ആ വിധവയുടെ മകന് ജീവൻ കൊടുക്കുകയാണ്. കരയുന്നവരുടെ കണ്ണുനീരൊപ്പുകയും കരയുന്നവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഹൃദയവേദനയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ചങ്ക് കലങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നീ? കർത്താവ് നിന്റെ കർത്താവാ. കർത്താവ് നിന്റെ അരികിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ആരും നിന്റെ വേദന അറിയുന്നില്ലെങ്കിലും, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നിന്നെ ആശ്വസിപ്പിക്കുന്നില്ലെങ്കിലും, ഈ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ നിന്നെ തള്ളിക്കളയാണെങ്കിലും നിന്റെ കർത്താവ് നിന്നെ കൈവിടുന്നില്ല എന്ന് നീ അറിയണം. നിന്റെ കർത്താവ് നിന്നെ കാണുന്നുണ്ടെന്ന് നീ അറിയണം. നിന്റെ കണ്ണുനീര് കണ്ട് മനസ്സലിയുന്ന കർത്താവാണ് നിന്റെ കർത്താവ് എന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ണീരോടുകൂടെ ഈശോയുടെ മുമ്പിൽ നിൽക്കണം. കണ്ണീരിന് വലിയ വിലയുണ്ട് കേട്ടോ. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണിൽ നിന്നൊഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും വിലയുണ്ട്. ജീവിതത്തിന്റെ സങ്കടങ്ങളിലും വേദനകളിലും ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലേക്ക് ചെന്ന് ഒന്ന് കണ്ണുനീരൊഴുക്കിയാൽ നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളും എടുത്തു മാറ്റപ്പെടും. നിന്റെ ജീവിതത്തിന്റെ സകല കുറവുകളും എടുത്തു മാറ്റപ്പെടും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് നീ തിരിച്ചറിയണം. നിന്റെ കണ്ണുനീരിന് വിലയുണ്ട്. നിന്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ പാഴായി പോകുന്നില്ല. തിരിച്ചറിഞ്ഞോളുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ കണ്ണുനീരും നമ്മുടെ യാചനകളും നമ്മുടെ വേദനകളും ഹൃദയവേദനകളും എല്ലാം ഈശോയ്ക്കോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും ദുഷ്ടാത്മശക്തിയിലെ പ്രവർത്തനങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.